ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തോരനാണ്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അമരക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടെയാണ് എടുത്തിരിക്കുന്നത്. സാധാരണയായി അമരക്ക തോരൻ വയ്ക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ കയ്പ്പ് കാരണം പലരും കഴിക്കാറില്ല. ഇതുപോലെ ക്യാരറ്റും കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് തോരന് നല്ല മാറ്റം കാണും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ ചെയ്തെടുക്കുക. തോരത്തിനാവശ്യമായ അമരയ്ക്ക ക്യാരറ്റ് ആദ്യം എടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിലെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് കുക്കർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു വിസിലിന് തന്നെ അത് വെന്ത് കിട്ടുന്നതാണ്. ഞാനിവിടെ മൺചട്ടിയിലാണ് അത് വെക്കുന്നത്. അതിന് വേണ്ടി ആ മൺചട്ടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ തോരത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി അതിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്തിന് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, പെരുംജീരകമല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അതേ അളവിൽ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോവാതെ ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഒരു സവാള ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അമരക്കയും ക്യാരറ്റും വേകാൻ വെച്ചത് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി കിടപ്പുണ്ട്. ഈ സമയം നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ തോരത്തിന് വേണ്ടിയുള്ള തേങ്ങ ചേർത്ത അരപ്പ് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയിൽ തന്നെ ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിം വെച്ച് കുറച്ച് സമയം കൂടി അടപ്പുകൊണ്ട് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലങ്ങ് ഇട്ടിരിക്കുക. ഈ സമയത്തിൽ നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2-3 വറ്റൽമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് തോരനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇന്ന് തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.